ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഞാൻ കുറച്ച് ലേറ്റായി പോയി, പലരും ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞതാണ്. ഈ ബിഗ് ബോസിൽ നിന്നിറങ്ങുന്ന പല മത്സരാർത്ഥികളും പിന്നീട് ഒരുപാട് സിനിമകളൊക്കെ കിട്ടാറുണ്ട്, ഒരുപാട് തള്ളാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും തനിക്കൊരു അവസരം പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നിന്ന നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 വിന്നർ ദിൽഷ പ്രസന്നന് രണ്ടാമത്തെ സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഷൂട്ടിങ്ങും ആരംഭിച്ചു എന്നാണ് അറിയുന്നത്. സീ ഓഫ് ലവ് എന്ന് പറയുന്ന ആണ് സിനിമയുടെ പേര്. നമ്മുടെ ഡയറക്ടർ സായി കൃഷ്ണയുടെ സംവിധാനത്തിൽ ഇറങ്ങുന്ന സിനിമ. ബിബിനു ചാക്കോ തോമസ് ജേക്കബ് ആണ് പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. എന്താ പറയുന്നത്, ഈ സിനിമയിലെ ലീഡ് റോള്, അതായത് ഇമ്പോർട്ടൻ്റ് റോള് തന്നെ ദിൽഷ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൂടുണ്ട്. മാത്രമല്ല ഈ പ്രൈമറി എന്തുവാന്ന് ഈ ഒരു വുമണിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയായതുകൊണ്ട് തന്നെ സിനിമ ഇപ്പം നിലവിലെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ പ്രൈമറി സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ടാണ് നമ്മുടെ ആഷിക്കൊക്കെ വന്ന് ഹിറ്റുകൾ അടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. അതുപോലൊരു ടീമാണ് ഈ പ്രൈമറി സീ ഓഫ് ലവിൻ്റെയും. ഇത് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് അവർ വരുന്നത്. അട്ടിപ്പൊളി, അറിഞ്ഞിടത്തോളം അട്ടിപ്പൊളി ഒരു തിരക്കഥയ്ക്ക് പിന്നിലാണ് അവർ അണിനിരക്കുന്നത്. പുതിയ കുറേ ആൾക്കാരുണ്ട്, പിന്നെ പഴയ കുറേ സ്റ്റാർസും ഒക്കെ അണിനിരക്കുന്ന ഈ സിനിമയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, മലയാള സിനിമയുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ഈ പ്രൈമറി ഇത്തരം സിനിമകൾ, ഇതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല എന്നാൽ തീരെ ലോ ബഡ്ജറ്റും അല്ലാത്തൊരു സിനിമ അവിടെ പാർട്ടാവാൻ ദിൽഷയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ് ദിൽഷ. അപ്പം ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ കാരണം, നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് പല ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിലും ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഒരു 2-2.5 വർഷം ഇതേപോലെ സൈബർ ബുള്ളിങ് വാങ്ങി ഏറ്റവും മോശം സ്ത്രീയാണെന്ന് വരുത്തി തീർത്ത, ഇപ്പം നമുക്കറിയാം ഹെൽനോസ് പാട്ടയൊക്കെ ചെയ്ത സ്പാമൊക്കെ ആൾക്കാർ വെളുപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരം കള്ളത്തരങ്ങൾ, പണം ഇത് ചെയ്തിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടും ദിൽഷയുടെ ഭാഗത്തുനിന്ന് ആദ്യമായിട്ട് വന്ന ഒരു ഫാൾട്ടിനെ വല്ലാതെ ഇവിടെ ആക്രമിക്കുകയും, അതേ കണക്ക് ദിൽഷ ഒരു യെസ് പോലും പറയാത്ത ഒരു പ്രണയത്തിൻ്റെ പേരിൽ ഒരുപാട് ആക്രമിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരാളാണ്. മാരകമായ സൈബർ അറ്റാക്ക്. കാര്യം ഇത്രത്തോളം കേരളത്തിൽ ആരെങ്കിലും സൈബർ അറ്റാക്ക് സഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ വളർച്ച ഭയങ്കര നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പം 1 മില്യൺ സംതിങ് ഒക്കെ ഉള്ള വലിയ സെലിബ്രിറ്റികളൊക്കെ ഉണ്ട് ബിഗ് ബോസിലൊക്കെ. പക്ഷേ അവർ പോലും ഈ കൊളാബ് ചെയ്ത് മാത്രം അവരുടെ ഒരു വ്യൂസൊക്കെ 1 മില്യണിലേക്ക് എത്തിക്കുന്ന സമയത്ത് ദിൽഷ സ്വന്തം അധ്വാനം കൊണ്ട് ഡാൻസും മറ്റുമൊക്കെ കളിച്ച് വളരെ സിമ്പിളാണ്, അനായാസമായി പെട്ടെന്ന് തന്നെ ഈ പറയുന്ന 1 മില്യണിലേക്ക് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ദിൽഷയുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച, അതൊക്കെ ഭയങ്കര ഇൻസ്പയർ ആണ്. കാര്യം ഇത്രത്തോളം അടിച്ചു താത്തി ഒരു സമൂഹം ഇല്ലായ്മ ചെയ്തിട്ടും ആ സ്ത്രീയുടെ ഒരു വളർച്ച, അതേ കണക്ക് ഒരുപാട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ബ്രാൻഡഡ് ഇതിൻ്റെ ഒരു ഐക്കണായിട്ട് മാറാൻ ഈ ദിൽഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രാൻഡഡിൻ്റെ ആർട്സിലെ മെയിൻ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ദിൽഷ മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോളായിട്ട് വരുന്നുണ്ട്. ഈ അടുത്ത് വരുന്ന അമ്മയുടെ പ്രോഗ്രാമിലും മറ്റുമൊക്കെ ദിൽഷ ഉണ്ടെന്ന് പറയുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രോഗ്രാമിലും ദിൽഷ പാർട്ടാണ്. അപ്പം നമ്മൾ ദിൽഷയുടെ ഒരു വിജയമായിട്ട് തന്നെ, കാര്യം ഒരു സിനിമ ഇറങ്ങി പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നായികയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടാവുമെന്ന്. സാധാരണ സിനിമകൾ മെയിൽ ഡോമിനേറ്റഡ് ആണ് വരുന്നത്. സിനിമ ജയിക്കുവാണെങ്കിൽ നായകന് പ്രാധാന്യവും, തോൽക്കുവാണെങ്കിൽ ഈ പ്രൈമറി അതിലെ നായികയുടെ ഭാഗ്യമില്ലായ്മയായിട്ട് കാണുന്ന ഈ കാലത്തും ദിൽഷ എന്ന് പറയുന്ന ഒരു വ്യക്തി വീണ്ടും ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വിജയത്തിലേക്ക് വരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ പലരെ പോലും, ഇപ്പം മണിക്കുട്ടനൊക്കെ സിനിമ ഉള്ളത് നമുക്ക് ഊഹിക്കാം. കാര്യം പുള്ളി സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ പാർട്ടാണ്.
പക്ഷേ ദിൽഷ എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും അല്ലാഞ്ഞിട്ടും ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അവർ എത്തിയേക്കുന്ന നേട്ടം ബിഗ് ബോസിൻ്റെ എന്താ പറയുന്നത് ഇനി വരുന്ന പ്രേക്ഷകർക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ദിൽഷയ്ക്ക് എല്ലാവിധ അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട് സീ ഓഫ് ലവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മാന്യമായ രീതിയിൽ കേട്ടോ. നിങ്ങൾക്ക് എതിർപ്പുകളൊക്കെ കാണും, കുറേ അന്തങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. തെറി വിളിക്കാനും ആ കുട്ടിയെ ഇല്ലാതാക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. സോ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല പിന്തുണ കൊടുക്കണം. ഈ സിനിമ കാണുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളാണ്, നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.